സങ്കീർത്തനങ്ങൾ 94. ദൈവം വിധികർത്താവ്. പ്രതികാരത്തിൻ്റെ ദൈവമായ കർത്താവേ, പ്രതികാരത്തിൻ്റെ ദൈവമേ, പ്രത്യക്ഷനാകണമേ. ഭൂമിയെ വിധിക്കുന്നവനെ എഴുന്നേൽക്കണമേ. അഹങ്കാരിക്ക് അർഹമായ ശിക്ഷ നൽകണമേ. കർത്താവെ, ദുഷ്ടന്മാർ എത്ര നാൾ ഉയർന്നു നിൽക്കും? എത്ര നാൾ അഹങ്കരിക്കും? അവർ ഗർഭിഷ്ഠമായ വാക്കുകൾ ചൊരിയുന്നു. ദുഷ്കർമ്മികൾ വൻപ് പറയുന്നു. കർത്താവെ, അവർ അങ്ങയുടെ ജനത്തെ ഞെരിക്കുന്നു. അങ്ങയുടെ അവകാശത്തെ പീഡിപ്പിക്കുന്നു. അവർ വിധവയും വിദേശിയെയും വധിക്കുന്നു. അനാഥരെ കൊന്നുകളയുന്നു. കർത്താവ് കാണുന്നില്ല, യാക്കോബിൻ്റെ ദൈവം ഗ്രഹിക്കുന്നില്ല എന്നവർ പറയുന്നു. പടുവിട്ടികളെ അറിഞ്ഞുകൊള്ളുവൻ. ഭോഷരെ, നിങ്ങൾക്ക് എന്ന് വിവേകം വരും? ചെവി നൽകിയവൻ കേൾക്കുന്നില്ലെന്നോ? കണ്ണ് നൽകിയവൻ കാണുന്നില്ലെന്നോ? ജനതകളെ ശിക്ഷിക്കുന്നവന് നിങ്ങളെ ശിക്ഷിക്കാൻ കഴിയുകയില്ലെന്നോ? അറിവ് പകരുന്നവൻ അറിവില്ലെന്നോ? കർത്താവ് മനുഷ്യരുടെ വിചാരങ്ങൾ അറിയുന്നു. അവർ ഒരു ശ്വാസം മാത്രം. കർത്താവെ, അവിടുന്ന് ശിക്ഷിക്കുകയും നിയമം പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ. അവിടുന്ന് അവന് കഷ്ടകാലങ്ങളിൽ വിശ്രമം നൽകുന്നു. ദുഷ്ടനെ പിടികൂടാൻ കുഴി കുഴിക്കുന്നതുവരെ. കർത്താവ് തൻ്റെ ജനത്തെ പരിത്യജിക്കുകയില്ല. അവിടുന്ന് തൻ്റെ അവകാശത്തെ ഉപേക്ഷിക്കുകയില്ല. വിധികൾ വീണ്ടും നീതിപൂർവമാകും. പരമാർത്ഥ ഹൃദയർ അത് മാനിക്കും. എനിക്ക് വേണ്ടി ദുഷ്ടർക്കെതിരെ എഴുന്നേൽക്കും? ആരെനിക്ക് വേണ്ടി ദുഷ്കർമ്മികളോട് എതിർത്ത് നിൽക്കും? കർത്താവിനെ സഹായിച്ചിരുന്നില്ലെങ്കിൽ എൻ്റെ പ്രാണൻ പണ്ടേ മൂക്കതയുടെ ദേശത്തെത്തുമായിരുന്നു. എൻ്റെ കാൽ വഴുതുന്നുവെന്ന് ഞാൻ വിചാരിച്ചപ്പോഴേക്കും കർത്താവെ, അങ്ങയുടെ കാരുണ്യം എന്നെ താങ്ങി നിർത്തി. എൻ്റെ ഹൃദയത്തിൻ്റെ ആകുലത വർദ്ധിക്കുമ്പോൾ അങ്ങ് നൽകുന്ന ആശ്വാസം എന്നെ ഉന്മേഷവാനാകുന്നു. നിയമം വഴി ദുരിതമുണ്ടാക്കുന്ന ദുഷ്ടരായ ഭരണകർത്താക്കൾക്ക് അങ്ങയുടെ സഖ്യം ചെയ്യാൻ കഴിയുമോ? നീതിമാൻ്റെ ജീവനെതിരായി അവർ ഒത്തുചേരുന്നു. നിർദോഷനെ അവർ മരണത്തിന് വിധിക്കുന്നു. എന്നാൽ കർത്താവിൻ്റെ ശക്തി കേന്ദ്രമാണ് എൻ്റെ ദൈവം, എൻ്റെ അഭയശിലയും. അവരുടെ അകൃത്യം അവിടുന്ന് അവരിലേക്ക് തന്നെ തിരിച്ചുവിടും. അവരുടെ ദുഷ്ടത മൂലം അവരെ നിർമ്മാർജ്ജനം ചെയ്യും. നമ്മുടെ ദൈവമായ കർത്താവ് അവരെ തൂത്തെറിയും. ദൈവമായ കർത്താവിന് സ്തോത്രം, സ്തോത്രം.